മച്ചാനെ, നിനക്ക് MBA MLA ആരെങ്കിലും അറിയോടാ? മുഖ്യമന്ത്രി അറിയാം. ശരിക്കുവാണോടാ? ദിവസവും ടി വിയിലെ കാണാറുണ്ട്. നിനക്ക് പേഴ്സണലായിട്ട് അറിയാമെന്നാ ചോദിച്ചത്. എന്തിനാളിയാ? ഒന്നുമല്ല, ഒരു എഞ്ചിനീയറിംഗ് സീറ്റ് ആവശ്യമുണ്ട്. എഞ്ചിനീയറിംഗ് സീറ്റോ? നിനക്കാണെങ്കിൽ സ്വന്തക്കാരും ബന്ധക്കാരൊന്നും ഇല്ലല്ലോ. ഒരേ ഒരു കിളവി മാത്രമാണ് വീട്ടിലുള്ളത്. അതാണെങ്കിൽ തണുത്ത് വിറച്ചാണ് മരിച്ചത്. വേറെ ആർക്കടാ എഞ്ചിനീയറിംഗ് സീറ്റ്? ഞാൻ തന്നെയാടാ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോകുന്നേ. എടാ, ഇന്നലെ വരെ നീ എൻ്റെ കൂടെ മുച്ചീട്ട് കളിച്ചവനാ. നിനക്ക് എന്തിനാടാ എഞ്ചിനീയറിംഗ് സീറ്റ്? 30 ദിവസം കൊണ്ട് എങ്ങനെയാടാ എഞ്ചിനീയറിംഗ് പഠിക്കുന്നത്? 30 സെക്കൻഡ് കൊണ്ട് ഒരു കൊലപാതകി ആകുന്നത് എങ്ങനെയെന്ന് ചോദിക്കുക. ഒരു കാര്യം ഒളിയാ, 30 ദിവസം തന്നെ നിനക്ക് ഒരുപാട് അധികം. പരപര വെളുക്കുമ്പോൾ തന്നെ കോളേജിന്റെ വാതിക്ക പോയി നിന്ന് എഞ്ചിനീയറിംഗ് സീറ്റ് ഒരു പാർസൽ എന്ന ബില്ല് കൊടുത്താൽ സീറ്റ് തീർച്ചയായും കിട്ടൂടാ. അതിനു മുമ്പ് നീ ഒരു 10ാം ക്ലാസ് എങ്കിലും പാസ്സാവണ്ടേടാ. ഇന്ന് മുതൽ ഞാൻ ആ ഡോക്ടർ പെണ്ണിനെ പ്രേമിക്കാൻ പോവാ. എടാ, എപ്പോഴും നീ എന്നെ ഇങ്ങനെ ഷോക്ക് അടുപ്പിക്കല്ലടാ. എപ്പോഴും ഇങ്ങനെ വീണ് എനിക്ക് എഴുന്നേക്കാൻ വയ്യ. ഇത്രേ ഉള്ളൂ? അതാ ഇനി വല്ല ഷോക്കും ഉണ്ടോ? എടാ, ഒരു ഡോക്ടർ പെണ്ണിനെ കല്യാണം കഴിക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു എഞ്ചിനീയറിംഗ് എങ്കിലും പഠിച്ചിരിക്കണ്ടേ? കല്യാണ ഇൻവിറ്റേഷനിൽ വരുമ്പോൾ ഒരു അന്തസ്സായിരിക്കൂടാ. കല്യാണമോ? എനിക്ക് മനസ്സിലായി. ഈ സ്റ്റേഷനിൽ ഇപ്പൊ നോക്കിയ ഒരു 1000 പേരെങ്കിലും കാണും. അവരവരുടെ കാര്യങ്ങൾ നോക്കി പോയിക്കൊണ്ടിരിക്കുക. എന്നാ ദേ ആ കാണുന്ന പിച്ചക്കാര് വരെ അടുത്ത വണ്ടിയിൽ S5 കയറി പോവാൻ പോവാ. എന്നാ ഒരു ജോലിയും കൂലിയും ഇല്ലാത്ത, അടുത്ത 1 മിനിറ്റിൽ എന്ത് ചെയ്യണോന്ന് പോലും അറിയാത്ത, വെറുതെ ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഞാൻ അല്ല, നീ ഒരു ഡോക്ടർ പെണ്ണിനെ പ്രേമിക്കണമെന്ന് പറഞ്ഞാ ഇതിലും വലിയ തമാശ എന്തുണ്ടളിയാ? എടാ, എനിക്ക് പ്രേമിക്കാൻ എന്താണ് വഴിയെന്ന് മാത്രം പറയും. അധികം സംസാരിക്കേണ്ട നീ. അതായത് അവളെ ആകർഷിക്കാൻ വേണ്ടി നീ എന്തെങ്കിലും ചെയ്യണം. ആകർഷിക്കണമെന്ന് വെച്ചാൽ അതെങ്ങനെ മച്ചാനെ? അവൾ ആശിച്ച് വളർത്തുന്ന നായ്ക്കുട്ടി എടുത്ത് കിണറ്റിയിടണം. എന്നിട്ട് നീ അതിനെ രക്ഷിക്കണം. അപ്പൊ അവൾ ആകർഷ്ടയാവും. എനിക്കാണെങ്കിൽ നീന്താൻ അറിയില്ലല്ലോടാ. അപ്പൊ ഒരു കാര്യം ചെയ്യ്, അവളുടെ വീട്ടിൽ ചെന്ന് അപ്പം ചുട്ടുകൊടു. അപ്പ പ്രേമിക്കും. എനിക്ക് പാചകം ചെയ്യാൻ അറിയില്ലടാ. ഒരു കാര്യം ചെയ്യ്, കുറച്ച് വിഷം വാങ്ങിച്ചെന്ന് എന്നെ അങ്ങ് കൊല്ല്. എടാ, അതെനിക്ക് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും. ഞാൻ ചെയ്യട്ടെ? ഡേയ്, പ്രേമിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എന്നെ കൊല്ലാൻ പോവുകയാണോ? എടാ, ഒരു കൂട്ടുകാരന് വേണ്ടി ജീവൻ വരെ തരില്ലേ നീ? അതേടാ, കയ്യിത്താ. ഹലോ, ഡോക്ടർ പ്രിയ ഉണ്ടോ? ഹലോ ഹലോ ഹലോ. ഇവനെന്താ? അയ്യോ, എടാ, അവളുടെ പേര് പ്രിയ എന്നാടാ. അങ്ങനെയാണോ? പ്രിയ എന്നുള്ള പേര് ഈ ലോകത്തിൽ ആർക്കും ഇല്ല. അതെല്ലേടാ. വാ ഇങ്ങനെ കോട്ട. അതാ അത് പറഞ്ഞു. എനിക്ക് ഡോക്ടർ പ്രിയോട് ഹലോ, പറഞ്ഞോളൂ. ഒരേ ഒരു മിനിറ്റ് ലൈനിൽ തന്നെ കാത്തു നിന്നോളൂ. ഡാടാ, നിന്റെ നട ഇപ്പൊ അന്ന നടയാടാ. ഫോൺ വെച്ച് കളയല്ലേ, ഞാനിപ്പോ അവരെ കണ്ടു. ഞാൻ ഫോൺ കൊടുക്കാം. പ്രിയ, ദിസ് ഫോൺ ഫോർ യു. ഹലോ. ഹായ് പ്രിയ, ഞാൻ ജെനിയ സംസാരിക്കുന്നേ. ഇവിടെ ഇരിക്കണോ? സാർ, സാർ, പുറത്ത് ഒരു പെണ്ണിനെ വെട്ട ആൾക്കാർ വന്നിരിക്കുന്നു. മലയാളം അറിഞ്ഞൂടാത്തൊരു കഴുതേരെടുത്താണല്ലോ ഞാൻ ഇതെല്ലാം പറയുന്നത്. സാർ, ചപ്പാത്തി അല്ല സാർ, ചപ്പാത്തി അല്ല. വാ വാ വാ. കോൺ ഐസ്ക്രീമോ കപ്പ് ഐസ്ക്രീമോ വെളിയിൽ ഒന്ന് വാങ്ങിച്ചു തരാം. സാർ വാ. എ ഗേൾ, വൺ മാൻ, കില്ലിംഗ് കില്ലിംഗ്. എ ഗേൾ, ട്രെയിനിൽ, മർഡർ മർഡർ, വൺ മാൻ മർഡർ. മർഡർ? അതേടാ, ഹിന്ദിക്കാരൻ പോലീസേ. എട് തോക്കട്. ചെല്ല്. അയ്യോ, എന്തിനാ തിരിച്ചു വരുന്നേ? എന്താ ഇതിന്റെ അടിയിൽ നോക്കുന്നേ? എന്തിനാ നോക്കുന്നേ? അയ്യോ ദൈവമേ, ഉണ്ടായില്ലാത്ത തോക്കും കൊണ്ടാണ് അവിടെ താ ഇതിനകത്ത് കയറി ഇരിക്കുന്നേ. മിഷൻ ഗൺ. ഇതെല്ലാം തെരഞ്ഞെടുക്കുമ്പോഴേക്കും അവിടെ കഴിയും.
കളിക്കാൻ വേണ്ടിയാണോ എന്നൊക്കെ തോക്ക് കൊടുത്തിരിക്കുന്നേ? ഓടിക്കളഞ്ഞു. എവിടെ പോയി? സാർ സാർ, അവരല്ല, നിക്കവിടെ. അവരുടെ നിക്കാനാ പറഞ്ഞത്. അയ്യോ അയ്യോ, പറഞ്ഞതെല്ലാം കള്ളത്തരമാണേ. താന്റെ വായിൽ MC വെച്ച് അടയ്ക്കും ഞാൻ. ഒരു പോലീസ് എങ്ങോട്ട് പോയളിയാ? ഈ വഴിയാണ് ഓടിയത്. എങ്ങോട്ട് പോയെന്നറിയില്ല. കൊല്ലാൻ വന്നവൻ പോയി പോയി. തന്നോട് ഞാൻ ഇറങ്ങി വരാൻ പറഞ്ഞപ്പോ ഉണ്ടേ നോക്കിക്കൊണ്ട് നടന്നില്ലേ? ഏയ്! ആ, ആ, ക്ഷമിച്ചു. ഇതല്ല എന്റെ സ്വഭാവ. പോയി ചപ്പാത്തി വിട്ടി വിടുന്നു മാര കഴുത. എനിക്കൊന്നും പറ്റിയില്ല. ആരാവൻ? എന്തിനാ നിങ്ങൾ വെട്ടാൻ വന്നേ? എന്തുമാത്രം നിന്നെ ഞാൻ വിളിച്ചു. ഇങ്ങോട്ട് വരാനൊക്കെ നീ ഒറ്റയ്ക്ക് വരുന്നുണ്ട്. എന്തേ നിനക്ക് നേരിട്ട് വീട്ടിലോട്ട് വന്നൂടെ? എന്റെ മോളെ, നീ ഇത്ര സുന്ദരിയായല്ലോ. ദേ വർത്താനം മാറ്റല്ലേ. അല്ലേലും ഞാനിപ്പോ ഭയങ്കര ദേഷ്യത്തിലാ. അല്ലടി, ഇന്ന് നിന്റെ വീട്ടിലേക്ക് വരാനാ എന്റെ പ്ലാൻ. അല്ലേലും ഞാൻ നിന്നോട് ഒരു കാര്യം പറയാനായിട്ട് ആഗ്രഹിച്ചിരിക്കും. ഞാൻ പറയാം. നമ്മുടെ കൂടെ 8ാം ക്ലാസ്സിൽ പഠിച്ചില്ലേ കവിത? അവൾക്ക് ഇരട്ട കുട്ടികളാണ്. അതല്ലേ? അതല്ലേ? അപ്പൊ രാജേഷൻ ദുബായിൽ ജോലി കിട്ടിട്ടുണ്ടാവും. ഹോ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ 10ാം ക്ലാസ്സിലെ ചന്ദ്രമതി ടീച്ചർ ഇല്ലേ, അവരുടെ ശല്യം സഹിക്കാതെ അവരുടെ ഹസ്ബൻഡ് ഒളിച്ചോടി പോയി. അതല്ലേ? ഞാൻ അതല്ല പറയാൻ വന്നത്. പിന്നെന്താ? ഞാൻ എന്നെ കുറിച്ച് പറയാൻ വന്നതാ. നിന്നെ കുറിച്ചോ? അതെന്താ? ആരാ മോളെ അവൻ? ഞാൻ പറയില്ല. ഒന്ന് നിന്നേ, ഒന്ന് പറഞ്ഞിട്ട് പോ. കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ല. കേൾക്കണില്ല. ഒരു കുഴപ്പമില്ല. കരയണ്ട. കഴിഞ്ഞു. കിടക്കുമ്പോ 15 ദിവസത്തേക്ക് കാല് മേലെ വെച്ച് തന്നെ കിടക്കണം. ചേച്ചി കരയണ്ട, എല്ലാം ശരിയാവും, പേടിക്കണ്ട കേട്ടോ. ഇതോടെ 7ാമത്തെ പ്രാവശ്യം പോകുന്നത്. ഒരു പ്രാവശ്യം പോലും നിന്നില്ല. എന്റെ ഭർത്താവിന്റെ വീട്ടിലെ ഈ കാര്യം പറഞ്ഞ് വളരെ വേദനിപ്പിക്കും. വല്ലാത്ത വിഷമത്തിലാ ഞാൻ. അമ്മായി വിളിച്ചിട്ട് വരും, ഞാൻ സംസാരിക്കാം. ഓക്കെ? ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം കുറച്ച് ദിവസം ഈ ഗുളിക എടുത്തോളൂ. മനസ്സിലായോ? അല്ല അവിടെ നിന്ന് ഒരു വലിയ ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ? ഇഞ്ചക്ഷൻ എനിക്ക് എവിടെ ചെയ്യാൻ പോകുന്നേ? കയ്യിലാണോ പുറകിലാണോ അല്ലെങ്കിൽ ഇവിടെയാണോ? കൽപ്പനെ, ഈ വർഷം മാത്രം 230 പേർ ചെവിയേൽക്കില്ലെന്ന് പറഞ്ഞ് ട്രീറ്റ്മെന്റിന് വന്നിരുന്നു. 70 സ്ത്രീകൾക്ക് അബോർഷനായി. കൂടാതെ 12 ചെറുപ്പക്കാർ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു. ഗവൺമെന്റ് റെക്കോർഡ്സ് പ്രകാരം എല്ലാവരും അട്ടപ്പാടിയിലെ ആളുകളാണെന്നാണ് നിഗമനം. അങ്ങനെ എന്താ അവരുടെ നാട്ടിലെത്ര പ്രശ്നം? ദൈവകോപ മോളെ, നാട് മൊത്തം ദോഷം സംഭവിച്ചിരിക്കുക. എങ്ങനെയാണോ രക്ഷപ്പെടാൻ പോണെന്ന് അറിയില്ല. അതെ പെട്ടെന്ന് നമുക്ക് പോയി ചേരേണ്ടതാ. കൽപ്പന, ഒന്നും മിണ്ടാതിരിക്കും. ഞാൻ എത്ര സീരിയസ് ആയിട്ടാ സംസാരിക്കുന്നത്. അതെ ഞാനൊക്കെ നിനക്ക് വലിയ കോമഡി ആർട്ടിസ്റ്റ് ആണല്ലോ. ശരി, അതൊക്കെ വിട്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ആദ്യം നിന്റെ ഈ പഠിത്തം മരുന്നൊക്കെ ഒന്ന് മാറ്റി വെക്കാം. ഞാൻ പറയുന്നത് കേക്ക്. വാഞ്ചോ. താങ്ക് യു ആന്റി. പ്രിയേ, രോഗം വന്നവരൊക്കെ ഒരേ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നവരാ. അതും SV സ്റ്റീൽ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നവരാ. അമ്മേ, പെട്ടെന്ന് എടുക്കാത്തതല്ലേ ദോശ? അതിനാണോ ഇത്രയും താമസിക്കുന്നേ? അമ്മയുടെ കാര്യം ഇത്ര താമസിച്ചെന്ന് വെച്ചപ്പോ എന്താ? അതെ ഈ ഞാനാണല്ലോ എന്റെ സ്റ്റീൽ കമ്പനി ഓണറുടെ മകള്. എത്ര താമസിച്ചെന്നാലും വരും മകളേന്ന് അവര് ഗേറ്റ് തുറന്നു തരും. അദ്ദേഹം കല്യാണം കഴിച്ചത്. എന്നാലും ഞാൻ കെട്ടിക്കോട്ടെ എന്ന് ചോദിക്കട്ടെ? ഇവിടെ പോയുണ്ടല്ലോ, എന്താ ചെയ്യാന്ന്? നിനക്ക് എങ്ങനെയാണ് ഇത്രയും പഠിച്ച പെണ്ണിനെ കൂട്ടുകാരിയായി കിട്ടിയത്? ശരി, വീട്ടേക്ക്. ബൈ. കൽപ്പന, ഒന്ന് നിക്ക്. എടി കൽപ്പനെ, എനിക്ക് നിന്റെ ഫാക്ടറി ഒന്ന് കാണണം. എന്താ എന്റെ കഞ്ഞി പാറ്റിയിടാൻ നോക്കുവാണോ നീ? നീ കാണാൻ നല്ല സുന്ദരിയാണല്ലോ. അവിടെ എങ്ങാനും നീ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്റെ ജോലി ഔട്ട്. കൽപ്പന പ്ലീസ്, എനിക്ക് നിന്റെ ഫാക്ടറി കണ്ടേ മതിയാവൂ. നീ വന്നാ ശരിയാവില്ല. ഹെഡ് ഓഫീസിന് പെർമിഷൻ വാങ്ങിക്കണം. ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എനിക്ക് നീ പെർമിഷൻ തന്നാ മതി. എന്താ ഉദ്ദേശിച്ചേ? ഹലോ ചേട്ടാ. ഇവിടെ നിക്കണ്ട. എന്താ? വാ.
അല്ല പ്രിയ ചേച്ചി ഇതെന്താ ഇവിടെ ഉണ്ടാതിരിക്കും. പ്രിയ മതിയാക്കും. പ്രിയ ആരെങ്കിലും കാണുന്നു.